28 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ 2വുമായി ശങ്കറും കമൽഹാസനും എത്തുന്നു. 1996 ഇരുവരും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഇന്ത്യൻ എന്ന ബ്രാൻഡ് തന്നെയാണ് രണ്ടാം ഭാഗത്തിലുള്ള ഓരോ സിനിമാ പ്രേക്ഷകന്റെയും വിശ്വാസവും പ്രതീക്ഷയും. തന്റെ കാലിൻ ചുവട്ടിൽ വളർന്നു വന്ന ഒരു കളയെ വേരോടെ പിഴുതെറിഞ്ഞ് സേനാപതി പോകുന്നിടത്തു നിന്നാണ് ഇന്ത്യൻ അവസാനിച്ചത്. അനീതിയും അഴിമതിയും വീണ്ടും ആധിപത്യം ഉറപ്പിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ താത്ത തിരിച്ചു വരുമെന്ന് ഉറപ്പു നൽകിയായിരുന്നു സേനാപതി അന്ന് ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ താത്തയെ നമ്മൾ കണ്ടുമുട്ടുന്നത് അങ്ങ് തായ്വാനിലാണ്. 5 സുഹൃത്തുക്കൾ ചേർന്ന് യൂട്യൂബിലൂടെ ബാർക്കിംഗ് ഡോഗ്സ് എന്ന പേരിൽ നാട്ടിൽ നടക്കുന്ന അനീതിയെയും അഴിമതിയെയും ആക്ഷേപഹാസ്യമായി സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടുകയാണ്. സിദ്ധാർത്ഥ്, പ്രിയ ഭവാനി ശങ്കർ, രാഹുൽ പ്രീത് തുടങ്ങിയവരാണ് ഈ പ്രോഗ്രാമിന്റെ മുഖ്യ ചുമതലക്കാർ. ഒരു സംഭവത്തെ തുടർന്ന് കംബാക്ക് ഇന്ത്യൻ എന്ന ഹാഷ്ടാഗിലൂടെ ഇന്ത്യനെ തിരികെ കൊണ്ടുവരികയാണ് ഇവർ. അങ്ങനെ വർമ്മകലയുമായി തായ്വാനിലെ തൈപ്പയിൽ ജീവിക്കുന്ന സേനാപതി ഇന്ത്യയിലേക്ക് വരികയാണ്. സേനാപതിയുടെ ഈ വരവോടെ കാര്യങ്ങൾ മാറിമറിയുന്നു. സ്വന്തം കുടുംബത്തിലുള്ള അനീതികൾക്കെതിരെ വരെ പോരാടുകയാണ് ഓരോരുത്തരും. ഡൊണേഷൻ വാങ്ങിയുള്ള നിയമനം, കൈക്കൂലി, അഴിമതി തുടങ്ങി ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും 3 മണിക്കൂറിൽ ശങ്കർ ഇന്ത്യനിലൂടെ പ്രേക്ഷകന് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ലോ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു എൻജിൻ പോലെയാണ് ഇന്ത്യൻ 2വിന്റെ തിരക്കഥ പോകുന്നത്. പോകുന്ന അത്രയും പോകട്ടെ, നിൽക്കുമ്പോൾ നിൽക്കട്ടെ എന്ന മട്ടിലാണ് കഥയുടെ പോക്ക്. ആദ്യ പകുതിയിലാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നതിലുള്ള പോരായ്മ ശരിക്കും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രേക്ഷകന് മടുപ്പും തോന്നും. അടുത്ത സീനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പരിധിവരെ ഓരോ പ്രേക്ഷകനും ഊഹിച്ചെടുക്കാം. മാത്രമല്ല, ശങ്കറിന്റെ തന്നെ മറ്റ് സിനിമകളുടെ ചില രംഗങ്ങളൊക്കെ ഇന്ത്യൻ 2വിൽ പ്രേക്ഷകന് ഓർമ്മ വരും. ചിലപ്പോൾ അത് സ്വാഭാവികമായിരിക്കാം. തുടക്കത്തിൽ തന്നെ അനാവശ്യമായി തിരികെ കയറ്റിയ പാട്ടുകളും ഒരു കല്ലുകടിയായി മാറുന്നുണ്ട്. രണ്ടാം പകുതിയിലാണ് സിനിമ ശരിക്കും എൻഗേജിങ് ആകുന്നത്. ചെറിയൊരു ഇമോഷണൽ സീനും കമൽഹാസന്റെ പവർ പാക്ക് ആക്ഷൻ രംഗങ്ങളുമെല്ലാം രണ്ടാം പകുതിയിലാണ് കാണാനാവുക. ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ഉലകനായകൻ കമൽഹാസന്റെ പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ സേനാപതി ഭദ്രമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മർമ്മം നോക്കിയടിക്കുന്ന വർമ്മകലയിൽ അഗ്രഗണ്യനായ സേനാപതി തന്നെയാണ് ഇന്ത്യൻ 2വിന്റെ നട്ടെല്ലും. കയ്യിൽ നിന്ന് പോയി മുങ്ങിക്കൊണ്ടിരിക്കുന്ന കഥയെ പിടിച്ചു നിർത്തുന്നത് കമൽഹാസൻ എന്ന കപ്പിത്താന്റെ പെർഫോമൻസ് തന്നെയാണ്. മാത്രമല്ല, പലതരത്തിലുള്ള ഗെറ്റപ്പുകളിലാണ് കമൽഹാസൻ ചിത്രത്തിലെത്തുന്നതും. ചില ലുക്കുകളൊക്കെ പ്രേക്ഷകന് ഓവറായി തന്നെ തോന്നുന്നുണ്ട്. ക്ലൈമാക്സിനോടടുത്തുള്ള ആക്ഷൻ സീനുകളൊക്കെയും കമൽഹാസൻ പൊളിച്ചെടുക്കിയെന്ന് പറയാതെ വയ്യ. ചേസിംഗ്, 6 പാക്ക് കാണിച്ചുകൊണ്ടുള്ള ഫൈറ്റൊക്കെ പ്രേക്ഷകരുടെ കയ്യടി നേടി. പെർഫോമൻസിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് സിദ്ധാർത്ഥ്, ബോബി സിംഹ, നെടുമുടി വേണു, സമുദ്രക്കനി എന്നിവരുടേതാണ്. നെടുമുടി വേണുവും കമൽഹാസനുമുള്ള കോംബോ രംഗങ്ങളൊക്കെ ശരിക്കും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു വിങ്ങലുണ്ടാക്കും. വിവേകിനെയും നെടുമുടി വേണുവിനെയും ഒക്കെ ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സന്തോഷവും പ്രേക്ഷകന് തോന്നും. രാഹുൽ പ്രീത്, പ്രിയ ഭവാനി ശങ്കർ, SJ സൂര്യ, അതിഥി വേഷത്തിലെത്തിയ കാളിദാസ് ജയറാം തുടങ്ങിയവരും അവരവരുടെ ഭാഗങ്ങൾ മികച്ചതാക്കി. ശങ്കർ ചിത്രങ്ങൾ എന്നും പ്രേക്ഷകർക്ക് അത്ഭുതമാകുന്നതിന്റെ ഫുൾ ക്രെഡിറ്റ് എപ്പോഴും വിഷ്വൽസിനും എഡിറ്റിങ്ങിനും പശ്ചാത്തല സംഗീതത്തിനും ഉള്ളതാണ്. ഈ 3 കാര്യങ്ങളിൽ യാതൊരു കോംപ്രമൈസും ശങ്കർ ചെയ്യാറുമില്ല. ഇന്ത്യൻ 2വിനും തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഘടകങ്ങളും ഇതുതന്നെയാണ്. രവിവർമ്മന്റെ ഛായാഗ്രഹണവും ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിങ്ങും മികച്ചൊരു കാഴ്ചാനുഭവം തന്നെ സമ്മാനിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഭംഗി കുറച്ച് നിമിഷങ്ങളിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് രവിവർമ്മൻ. ടെക്നിക്കലി ഉള്ള കാര്യങ്ങളെ ഉപയോഗിക്കുന്നതിലും ശങ്കർ എന്നുമൊരു പുലിയാണ്. അത് ഇന്ത്യൻ 2വിലും കാണാം. അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. അനിരുദ്ധിന്റെ ഏറ്റവും മികച്ചത് എന്നൊന്നും ഇന്ത്യൻ 2 പറയാനാകില്ല എങ്കിലും ഒരുവിധം നന്നാക്കാൻ അനിരുദ്ധ് ശ്രമിച്ചിട്ടുണ്ട്. ചില ആക്ഷൻ സീനുകളിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനും റെഡ് ജെയിൻ മൂവീസും ചേർന്ന് നിർമ്മിച്ച ചിത്രം ശ്രീ ഗോകുലം മൂവീസാണ് കേരളത്തിൽ പ്രദർശനത്തിനെത്തിച്ചത്. ഇന്ത്യൻ 3ാം ഭാഗത്തിനുള്ള ഒരു തീപ്പൊരു കൂടി അവശേഷിപ്പിച്ചാണ് രണ്ടാം ഭാഗം അവസാനിക്കുന്നത്. 3ാം ഭാഗത്തിന്റെ ട്രെയിലർ തന്നെയാണ് അതിനുള്ള സൂചനയും. വീരശേഖർ സേനാപതിയുടെ കഥയാണ് ഇനി വരാൻ പോകുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനോട് പടപൊരുതുന്ന സാക്ഷാൽ സേനാപതി. ഇന്ത്യൻ 2 എന്നീ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു വേറിട്ട ലുക്കിലാണ് 3ാം ഭാഗത്തിൽ കമൽഹാസൻ എത്തുന്നത്. കാജൽ അഗർവാൾ ഉൾപ്പെടെയുള്ള താരങ്ങളും ഇന്ത്യൻ 3യിൽ ഉണ്ടാകും. സേനാപതിയുടെ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഒരു കൂൾ എന്റർടൈനറായി മാത്രം ഇന്ത്യൻ 2 കണ്ടാൽ മതി. എന്തായാലും വീരശേഖർ സേനാപതിയുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാം.